ഗുഡ് മോർണിംഗ് മോളെ. അയ്യോ അമ്മേ, ഞാൻ എനിക്ക് ലേറ്റായി. അതൊന്നും കുഴപ്പമില്ല മോളെ. എന്റെ മോള് വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാ. അവള് 10 മണി 12 മണിക്ക് ഏറ്റ് വരിക. ഞാൻ തന്നെ കുറച്ച് നേരത്തെ ഏറ്റുള്ള 6 മണി 6:30 ആയിപ്പോഴാണ് ഞാൻ ഏറ്റത്. പോരാത്തിന് ഇന്ന് ഞായറാഴ്ചയല്ല. ഇന്ന് അച്ഛനും പോണ്ട അവനും പോണ്ട. ഞായറാഴ്ച ദിവസം ഞാൻ നേരെ വൈകിട്ട് എനിക്കുള്ളൂ. പിന്നെ ഞാൻ അവന് ചായ വെച്ചിട്ടില്ല. ഇന്നലെ ഞാൻ ചായ വെച്ചിട്ട് കുടിച്ചില്ല. മോള് വെക്കുന്ന ചായ അത്ര അവന് ഇഷ്ടം. ഞാൻ ചായ വെക്കുമ്പോ ഒന്നുമില്ല, മധുരല്ല കടുപ്പല്ല എന്നൊക്കെ പറഞ്ഞു മുത്തിട്ട് അവിടെ വെക്കും. ഇന്നലെ മോള് വെച്ച ചായ നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ വെക്കുമ്പോ ഒരു ഗ്ലാസ് കൂടുതൽ വെച്ചു. അമ്മക്ക് മോളെ ചായ നല്ല ഇഷ്ടമാണ്. ആ മോള് കാപ്പി ചൂടാറുമ്പോഴേക്കും അച്ഛൻ വെള്ളം. മോളെ ഇതൊക്കെ കഴുകാനുള്ള ഡ്രസ്സല്ലേ? ഇതൊക്കെ കഴുകാനുള്ള ഡ്രസ്സല്ലേ? അമ്മ അത് കഴുകിക്കോളാം. അത് കുഴപ്പമില്ല മോളെ, ഞാൻ കഴുകിക്കോളാം. മോള് വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്തോ. അമ്മ അത് വേഗം കഴുകിട്ട് വരാം. മോള് കണ്ട മോളെ, എനിക്ക് അങ്ങനെ സീരിയല് കാണണമെന്നൊന്നും വലിയ ഇഷ്ടമില്ല. അച്ഛൻ കാണുന്നല്ലാതെ വലിയൊരു കാണുമ്പോൾ കൂടെ കാണുന്നു. വേറെ വല്ല അടുക്കളയിൽ വരുന്നൊക്കെ ചെയ്തു. എനിക്ക് അത്ര താല്പര്യമില്ല. അല്ലെങ്കിൽ കാണാൻ അത്ര താല്പര്യം. മോൾക്ക് ഇഷ്ടമുള്ളത് അമ്മ എനിക്കൊന്ന് വീട്ടിലേക്ക് പോകുന്നു. അതിനെന്താണ് സ്വന്തം വീട്ടിലേക്ക് പോണേന് എന്തിനൊക്കെ എന്നോട് ചോദിക്കേണ്ട ആവശ്യം? വീട്ടിലേക്ക് പോകുന്നു, വരുന്നു, അച്ഛനും അമ്മയും കാണുമ്പോൾ അതിന് പോണിട്ട് എന്ത് സംബന്ധിച്ചു? മോള് പോയിട്ട് പോയോ ആവശ്യത്തിന്? വേറെ സ്ഥലത്തേക്ക് നല്ലൊരു പോകുന്നത് അച്ഛനമ്മയും കാണുന്നു തോന്നുന്നു. മക്കള് പോകണ്ട. പിന്നെ ഒന്നും പോയിട്ടില്ല. അതിന്റെ സമ്മതം ചോദിച്ച് അവരുടെ അനുവാദം ചോദിച്ച് ഇവരുടെ അനുവാദം ചോദിച്ചു ഒന്നും നിൽക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. മോൾ പോകും. മോള് ഇവിടെ ഇരുന്നേ. ഇത് അമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ. ഇതിനിപ്പോ എന്തെങ്കിലും മോള് ഇട്ടാ മതി. പഴയ മോഡലൊക്കെയാണ്. അപ്പൊ അമ്മ ഇപ്പൊ എവിടേക്ക് പോവാനാ? എവിടെയെങ്കിലും വല്ല കല്യാണത്തിനൊക്കെ പോകണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പൊ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആളങ്ങോട്ട് പോകും. പിന്നെ ഇത് ഇപ്പൊ അത്യാവശ്യം എല്ലായിടത്തേക്കും പോണെങ്കിൽ ഒരു മാലയുണ്ട്, വളയുണ്ടാകും, മതി. പിന്നെ ധാരാളം. അപ്പൊ മോള് എല്ലായിടത്തേക്കും പോകുമ്പോ ഇതൊക്കെ ഇട്ട് കാണാൻ. ഇപ്പൊ മോൾക്ക് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കണില്ല. അവൾക്ക് കുറെ മുതലൊക്കെ കൊടുത്തതല്ല. ഇനിയിപ്പോ അവൾക്കൊന്നും വേണ്ട. എല്ലാ ആഭരണങ്ങളെല്ലാവർക്കും കൊടുക്കുള്ളതാണ്. പിന്നെ അതിൽ കുറെ സാരി, 2 അലമാരി നിറച്ച് സാരി ഒക്കെ വെട്ടിട്ട് മോൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സിന് പാകത്തിനുള്ളതാണെങ്കിൽ അങ്ങനെ ചോദിച്ചാലും സാരി ആയിട്ട് ഇട്ടാ വേണമെങ്കിൽ ചെയ്തു. ഞാൻ ഇപ്പൊ എവിടേക്ക് പോകാനാണ്? എന്റെ മോൾക്ക് എങ്ങനെ ഇഷ്ടം വെച്ചെങ്കിൽ മോളുടെ ഇഷ്ടം ഞാൻ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടീനെ കിട്ടിയിട്ട് എന്റെ ഭാഗ്യം. ഇങ്ങനെ ഒരു മോളെ പോലെ ഒരു കുട്ടീനെ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പ്രാർത്ഥനയാണ്. എനിക്ക് ഇതിലും നല്ലൊരു ഭാഗ്യം വേറെ ഇല്ല. അത്ര നല്ല സൂപ്പർ സ്വഭാവമാണ്. എന്റെ കല്യാണം സ്വപ്നത്തിൽ കണ്ടപ്പോഴത്തെ അമ്മായിമ്മേനെ കിട്ടിയ മതിയായിരുന്നു. നീ ഇവിടെ സ്വപ്നം കണ്ട് കിടക്കായിരുന്ന? അതേ, ഞാനിതുപോലെ കുറെ സ്വപ്നം കണ്ടതാ മോളെ. എനിക്കുണ്ട് ഒരു അമ്മായിമ്മ. പക്ഷെ നീ സ്വപ്നം കണ്ടതിൻ്റെ നേരെ വിപരീതമായിരുന്നു. അതേ, നമ്മൾ ഈ കല്യാണത്തിന് മുപ്പാടും മനപ്പൊരുത്തം നോക്കില്ലേ? അപ്പം നമ്മൾ മനപ്പൊരുത്തം നോക്കുമ്പോൾ ചെക്കൻ്റെ പെണ്ണിൻ്റെ മനപ്പൊരുത്തല്ല നോക്കേണ്ടത്, അമ്മായിമ്മയുടെയും മരുമോളുടെയും മനപ്പൊരുത്താണ് നോക്കേണ്ടത്. ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് മുപ്പാടെ തന്നെ അമ്മായിമ്മയുടെയും മരുമോളുടെയും മനപ്പൊരുത്തം കൂടി ഒന്ന് നോക്കണം.